അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ അടിമുടി മാറ്റി എഴുതാൻ ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷയോടെയും സംഭവബഹുലമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഡോഗ് എന്ന ചുരുക്കപ്പേരിൽ വിശേഷിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഫെഡറൽ ബ്യൂറോക്രസിയെ വെട്ടിച്ചുരുക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ 2026 പൂർത്തിയാകേണ്ടിയിരുന്ന ഈ ഡോഗ് പദ്ധതി അതിന്റെ ലക്ഷ്യം നേടാനാകാതെ ഒരുതരം സൈലന്റ് അറ്റാക്കിന് കീഴടങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആഭ്യന്തര കലഹങ്ങൾ, ജീവനക്കാരുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്, ബഡ്ജറ്റിനെ കുറിച്ചുള്ള വ്യാജ കണക്കുകൾ, വൻതോതിലുള്ള തൊഴിൽ നഷ്ടം, ഇതെല്ലാം ചേർന്ന് ഈ പദ്ധതിയെ പൊള്ളയാക്കി മാറ്റിയത് എങ്ങനെയാണ്? ഈ കോടികളുടെ ഡോഗ് പരീക്ഷണം എങ്ങനെയാണ്, എവിടെയാണ് പാളിപ്പോയത്? പരിശോധിക്കാം. ട്രംപിന്റെ ഡോഗ് പദ്ധതിയുടെ ലക്ഷ്യം ഇതായിരുന്നു: അമേരിക്കൻ ഫെഡറൽ സർക്കാർ വകുപ്പുകളിലെ ബ്യൂറോക്രസി, അതായത് അമിതമായ റെഡ് ടേപ്പിസം പൂർണ്ണമായും ഒഴിവാക്കുക, കാലതാമസം ഇല്ലാതാക്കുക, സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കുക, എഫിഷ്യൻസി അതായത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു ഡോഗ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ട്രംപിന്റെ അടുത്ത ആളുകളും റിപ്പബ്ലിക്കൻ നേതാക്കളുമായിരുന്നു ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. ടെക് ഭീമനായ ഇലോൺ മസ്ക് ഈ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളായിരുന്നു. മസ്ക് പരസ്യമായ ഒരു ചങ്ങല ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതാണ് ബ്യൂറോക്രസിക്കുള്ള ചങ്ങല എന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ വലിയ വാർത്തയുമായിരുന്നു. നിലവിലുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിജിറ്റൽ സർവീസ് USDS എന്ന ഏജൻസിയെ ഉടച്ചുവാർത്താണ് ട്രംപ് 2025 ജനുവരിയിൽ ഡോഗ് രൂപീകരിച്ചത്. 2026 മധ്യത്തോടെ പദ്ധതിയുടെ ലക്ഷ്യം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നുവെങ്കിലും അതിന്റെ നടത്തിപ്പിലെ പാളിച്ചകൾ ഡോഗിനെ നിശബ്ദമായി കൊന്നുകളഞ്ഞു എന്ന് വേണം പറയാൻ. ഈ പാളിച്ചകൾ എന്നൊക്കെ പറയുമ്പോൾ ആഭ്യന്തര കലഹങ്ങളുണ്ട്, അതുപോലെ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക്, കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയവയൊക്കെയാണ് ഈ പാളിച്ചകൾ. ആഭ്യന്തര കലഹങ്ങൾ എന്ന് പറയുമ്പോൾ വകുപ്പിനുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അധികാര തർക്കങ്ങളും പദ്ധതിയുടെ പുരോഗതിയെ സാരമായി തന്നെ ബാധിച്ചു. പ്രധാന പാളിച്ച ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കായിരുന്നു. അതായത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു എന്ന പേരിൽ വൻതോതിൽ ജോലിക്കാരെ പിരിച്ചുവിട്ടത് പല സുപ്രധാന വകുപ്പുകളിലും ജീവനക്കാരുടെ കുറവ് ഉണ്ടാക്കി. ഏകദേശം 76,000 ഫെഡറൽ ജീവനക്കാർ ബൈ ഔട്ട് ഓഫറുകൾ സ്വീകരിച്ചതായും 55,000-ലധികം തസ്തികകൾ നിർത്തലാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സർക്കാരിന്റെ സുപ്രധാന വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചു. കൂടാതെ വകുപ്പിന്റെ ഭാവി ഇത് അനിശ്ചിതത്വത്തിലായതോടെ കഴിവുള്ള ജീവനക്കാർ കൂട്ടത്തോടെ ജോലി രാജിവെച്ച് പോവുകയും ചെയ്തു. അതുപോലെ ആയിരുന്നു വ്യാജ ബജറ്റ് കണക്കുകൾ. ഡോഗ് വഴി കോടിക്കണക്കിന് ഡോളർ ലാഭിച്ചുവെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെട്ടെങ്കിലും ഈ ബജറ്റ് കണക്കുകൾക്ക് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് പദ്ധതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. അടുത്ത പ്രധാന പാളിച്ച ഉണ്ടായത് വെട്ടിച്ചുരുക്കൽ നടപടിയിലാണ്. കാര്യക്ഷമതയുടെ, അതായത് എഫിഷ്യൻസിയുടെ പേരിൽ നടത്തിയ വെട്ടിച്ചുരുക്കലുകൾ പലപ്പോഴും അനാവശ്യമായിരുന്നു. ഇത് പല ഫെഡറൽ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡോഗ് ഏജൻസിയിലെ പല ഉദ്യോഗസ്ഥരും തങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി വെച്ചു. പല പ്രധാനപ്പെട്ട രേഖകളും പ്രസിഡൻഷ്യൽ റെക്കോർഡുകളാക്കി മാറ്റുകയും ചെയ്തു. 2034 വരെ പൊതുജനങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമല്ലാതെയായി. ഇത് സുതാര്യമില്ലായ്മയുടെ പേരിൽ വലിയ വിമർശനം വിളിച്ചു വരുത്തി. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞതോടെ ഡോഗ് വെറും ഒരു പേപ്പർ പദ്ധതിയായി മാറുകയായിരുന്നു. അങ്ങനെ സർക്കാർ വകുപ്പുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുക അല്ലെങ്കിൽ ആക്കുമെന്ന ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു പദ്ധതി. എന്നാൽ ഈ ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിൽ ഡോഗ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച കോടിക്കണക്കിന് ഡോളർ നികുതിദായകരുടെ പണത്തിന് യാതൊരു മൂല്യവും ഇല്ലാതാവുകയും ചെയ്തു. ഫെഡറൽ ബജറ്റിൽ നിന്ന് $2 ട്രില്യൺ വെട്ടിച്ചുരുക്കുക എന്ന മസ്കിന്റെ ലക്ഷ്യം ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഡോഗിന്റെ പല ഉത്തരവാദിത്തങ്ങളും ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡോഗിലെ ചില പ്രധാന ഉദ്യോഗസ്ഥർ മറ്റ് വകുപ്പുകളിലേക്ക് മാറി AI ടൂളുകൾ ഉപയോഗിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിൽ കാര്യക്ഷമത കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയാണ് പരാജയപ്പെട്ടത്. ഇതോടെ ട്രംപിന്റെ വിമർശകർ ഈ പദ്ധതിയുടെ പരാജയം അദ്ദേഹത്തിന്റെ ഭരണപരമായ കഴിവുകൾ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അമേരിക്കൻ ഫെഡറൽ ബ്യൂറോക്രസിയെ അഴിച്ചുപണിയാൻ വന്ന ഡോഗ് എന്ന ട്രംപിന്റെ പദ്ധതി സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളിലും അതുപോലെ തെറ്റായ നടത്തിപ്പിലും ഒക്കെ തട്ടി അടിമുടി തകരുകയായിരുന്നുവെന്ന് ചുരുക്കം. വലിയ പ്രതീക്ഷകളോടെ തുടങ്ങിയ ഈ ഒരു പദ്ധതി എങ്ങനെയാണ് നിശബ്ദമായി ഇല്ലാതാകുന്നത് എന്നതിന്റെ ഒരു പാഠപുസ്തകമായി ഈ ഒരു സംഭവം മാറുകയും ചെയ്തു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ചരിത്രത്തിലെ ഒരു പരാജയപ്പെട്ട പരിഷ്കരണ ശ്രമമായി ഈ ഡോഗ് ഓർമ്മിക്കപ്പെടും.